ശ്രീ പ്രേംകുമാർ, ഇപ്പോൾ ശ്രീ പി ജയരാജൻ പറഞ്ഞത് കോൺഗ്രസിനൊപ്പം അല്ലെങ്കിൽ യു ഡി എഫിനൊപ്പം ആകുകയും അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പം എങ്ങനെയാവട്ടെ ചില മാധ്യമങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ, ഈ മാധ്യമങ്ങൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ ആ ക്യാമ്പിനൊപ്പം തന്നെ നിന്നിട്ടുള്ളതാണ് എന്ന ആക്ഷേപവും അല്ലെങ്കിൽ വിമർശനവും കേട്ടവർ തന്നെയാണ്. ആ വാർത്തകളിലൂടെ ആ വിമർശനം ശരിയാണ് എന്ന നിലയിലേക്ക് കേരളം ഒരു തിരിച്ചറിവോടെ വോട്ട് ചെയ്തതുമാണ്. ഇവിടെ ഇന്നലെ ഞാൻ ശ്രീ പ്രേംകുമാറിൻ്റെ ശ്രദ്ധയിലേക്ക്, ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 10:30 മണിയോടുകൂടി 10 മണിക്ക് ശേഷമാണ് വളരെ സുപ്രധാനമായി ഈ വാർത്ത പുറത്തു വരുന്നത്. ആ വാർത്ത പുറത്തു വന്ന ഘട്ടത്തിൽ സർക്കാരിന് നേട്ടവും ഗവർണർക്ക് തിരിച്ചടിയും എന്ന നിലയിൽ, പക്ഷേ മാധ്യമങ്ങളാകെയും ഏതാണ്ട് എൻ്റെ ഒരു തോന്നലാണ് ആ നിലയിലൊക്കെ കൊടുത്തു. പക്ഷേ ഇന്ന് രാജ്ഭവനിൽ നിന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ച വിധം വാർത്താക്കുറിപ്പ് വരുന്നതോടെ സർക്കാരിന് തിരിച്ചടി എന്ന നിലയിലേക്ക് മാറാനുള്ള ഒരു ലീഡ് രൂപപ്പെടുത്തി കൊടുക്കുന്ന ഒരു പരിസരം ഉണ്ട് എന്നുള്ളത് ഒരു ഭാഗം. മറുഭാഗത്ത് ഗവർണർ എന്ന നിലയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം, ഈ പറഞ്ഞ വിമർശിക്കപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തനം കുറേ കൂടി തുറന്നു കാട്ടാൻ സർക്കാരിന് കഴിയും വിധം ഒരു നേട്ടം, ഒരു മുൻതൂക്കം, അഡ്വാൻറ്റേജ് ഈ കാര്യത്തിൽ സർക്കാരിന് ലഭിച്ചോ? ഞാൻ ഈ സംഗതിയെ വേറൊരു ചെറിയ ഡിഫറെന്റ് ആയിട്ടാണ് കാണുന്നത്. എന്താ വെച്ചാല്, വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള 3-4 ടീമുകളുണ്ട്. അവരുടെ ഒരു മുന്നണിയാണ്, ആ മുന്നണിയിലെ ഒരു കക്ഷിയാണ് ഗവർണർ. ഏറ്റവും ഫ്രസ്ട്രേറ്റഡ് ആയ ഒരു പൊളിറ്റീഷ്യനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ചരിത്രം. ഒരു കാലത്ത് വളരെ സോഷ്യലിസ്റ്റ് നിലപാടുകളിലൊക്കെ തുടങ്ങി വളരെ ചെറുപ്രായത്തിൽ വളരെ ശ്രദ്ധേയമായ പഠനങ്ങളും പ്രബന്ധങ്ങളും എഴുതിയും പ്രസംഗിക്കുകയും ചെയ്ത് ഉയർന്നു വന്ന ഒരാള് അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഏറ്റവും മാക്സിമത്തിൽ എത്തേണ്ട സമയത്ത് വേറെ ഒരു നിവൃത്തിയില്ലാതെ സംഘപരിവാറുകാരനാവുകയും, സംഘപരിവാറുകാരനായത് രാഷ്ട്രപതി ആയേക്കാം, ഉപരാഷ്ട്രപതി ആയേക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ആ മോഹവും ഇല്ലാണ്ടായിട്ട് 100% ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതേപോലെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, അതിനേക്കാൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കേരളത്തിലുള്ളത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളാണ്. അവർ എല്ലാ കാലവും നടത്തിയിരുന്ന കൊട്ടേഷൻ, ഇടത് വിരുദ്ധ സത്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ പുതിയ കാലത്ത്, ന്യൂ മീഡിയയുടെ കാലത്ത് പൊളിച്ചെടുക്കപ്പെടുന്ന, അതേപോലെ അവർ വർഷങ്ങളോളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പുല്ല് വില കൊടുക്കാതെ ജനങ്ങൾ അവരുടെ തിരിച്ചറിവ് ബാലറ്റിലൂടെ എക്സ്പ്രസ് ചെയ്യുന്ന കാലത്ത്, ഇപ്പൊ തൊട്ടടുത്ത് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും അത് കണ്ടു. ഇത്രയും വാർത്തകൾ വന്നിട്ട് പോലും, അതിന്റെ തൊട്ട് മുമ്പ് മലയാള മനോരമ നടത്തിയ സർവേ പോലും പിണറായി വിജയൻ എന്നുള്ള മുഖ്യമന്ത്രിയുടെ ജനസമ്മിതിയെ പറ്റി പറയുന്ന അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള മീഡിയ. മൂന്നാമത്തത്, സഖാവ് പി ജയരാജനെ പോലെയുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ CPIM എന്നുള്ള പാർട്ടി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഉപദേശിക്കുന്ന കുറെ ഫോസിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ടോട്ടലി ഫ്രസ്ട്രേറ്റഡ് ആയ ആളുകൾ. നാലാമത്തെ വിഭാഗം ഇദ്ദേഹത്തെ പോലുള്ള കോൺഗ്രസ്സുകാരനാണ്. ഒരു കാര്യം പൂർണ്ണമായി ബോധ്യമുണ്ടെങ്കിൽ പോലും അത് പറയാൻ സ്വാതന്ത്ര്യമില്ല. അദ്ദേഹം പറയുന്നു, നോക്കൂ, എന്നാണല്ലോ ഞങ്ങളുടെ നിലപാട്, എന്നാണല്ലോ ഞങ്ങൾ പറഞ്ഞത്, ഇതാണ് ഫാക്ട് എന്ന് പറയാൻ സമ്മതിക്കാത്ത ഫ്രസ്ട്രേഷനിൽ പോകുന്ന ഈ 4 ടീമുകളും കൂടിയുള്ള ഒരു മുന്നണിയുണ്ട്. അതിന്റെ ലീഡർഷിപ്പ് പൊസിഷനിലാണ് ഈ ഗവർണർ നിൽക്കുന്നത്. ഇന്നേ വരെ അദ്ദേഹം റിലവന്റ് ആയതോ ലീഗലോ ആയ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. ഇപ്പൊ അദ്ദേഹത്തിന്റെ അവസ്ഥ പരമദയനീയമാണ്. പുറത്തിറങ്ങിയാൽ SFIയുടെ കുട്ടികൾ കരിങ്കൊടി കാണിക്കും, തടയും. ഹൈക്കോടതി പോയാൽ അവിടുന്ന് കിഴുക്ക് കിട്ടും. സുപ്രീം കോടതി പോയാൽ അവിടുന്ന് നല്ല 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 സോഡ മേടിക്കാം. ഇനി ആകെ ഉണ്ടായിരുന്ന അഭയം രാഷ്ട്രപതി ഭവനായിരുന്നു. അവിടെയും അദ്ദേഹത്തിന്റെ ചീട്ട് കീറി. ഇനി റോഡിന്റെ സൈഡിൽ നിന്നിട്ട് മോഹൻ അമിത്ഷാനെ വിളിക്കൂ എന്നുള്ള പോലുള്ള കോമാളി കളി കളിക്കുന്ന അവസ്ഥയിലാണുള്ളത്. ഗവൺമെന്റ് വളരെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, അതിന്റെ എല്ലാ ഫോർമാലിറ്റിയും ഫുൾഫിൽ ചെയ്തുകൊണ്ട് ചെയ്യുകയും ഗവർണറുടെ സമയത്തിന് കാത്തു നിൽക്കുകയും, അത് ചെയ്യാതാവുമ്പം സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്യുന്ന വളരെ ക്ഷമയോടെ, അതേസമയം ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ജനങ്ങളുടെ സമക്ഷം അവതരിപ്പിക്കുകയും ചെയ്യുന്ന നിലപാടാണ് ചെയ്യുന്നത്. ആളുകൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഈ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെ കോപ്രായങ്ങളാണെന്നും അതിന്റെ കൂടെ, അതായത് നോക്കൂ, നിങ്ങൾ പാർലമെന്റിൽ നിന്ന് സംഘപരിവാറിന്റെ തിട്ടൂരം അനുസരിച്ച് സസ്പെൻഡ് ചെയ്യപ്പെട്ടതാണ് ഡസൻ കണക്കിന് MP-മാർ. അങ്ങനെ സസ്പെൻഡ് ചെയ്യപ്പെട്ട് പുറത്തിറങ്ങിയ K. സുധാകരൻ, ഇവരുടെ ആരാധനായ KPCC പ്രസിഡന്റ്, പുറത്തിറങ്ങിയ സമയത്ത് പറഞ്ഞത് കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിലേക്ക് RSSകാരെ നോമിനേറ്റ് ചെയ്തതിൽ എന്താ തെറ്റെന്നായിരുന്നു. ഒരു ഘട്ടത്തിൽ കേരള സർക്കാരിനെ പിരിച്ചുവിടുന്ന കാര്യം ഗവർണറോട് ആവശ്യപ്പെടും എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശാഖയ്ക്ക് കാവൽ നിന്ന, വേണ്ടി വന്നാൽ ഞാൻ BJP പോകുമെന്ന് പറഞ്ഞ K. സുധാകരൻ. K. സുരേന്ദ്രനാണോ K. സുധാകരനാണോ KPCC പ്രസിഡന്റ് എന്ന് ഇവരുടെ സിറ്റിംഗ് MP പോലും സംശയമുള്ള സമയമാണ്. ഒറ്റ കാര്യം അതിൻ്റെ അകത്ത് പറയാനുള്ളൂ, കേരളത്തിലെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള രാഷ്ട്രീയ ബോധമുള്ള ആളുകൾ ഈ കക്ഷിയുടെ സംഘപരിവാർ പറഞ്ഞയച്ച കളികൾ ചെയ്തു കൂട്ടാൻ പോലും പറ്റാതെ കോമാളിത്തരങ്ങൾ കളിക്കുന്ന ഇദ്ദേഹത്തിന്റെ കളിയും
ഇയാളോട് കൂടെ നിൽക്കുന്ന കോൺഗ്രസിന്റെയും ഇതുപോലുള്ള ഫ്രസ്ട്രേറ്റഡ് കക്ഷികളുടെയും കളികൾ വളരെ വ്യക്തമായി കാണുന്നുണ്ട്. അതും കൂടെ ഈ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്തേ മതിയാവുള്ളൂ. കാരണം ഇത് കേരളമാണ്, ചാണകത്തിൽ ചവിട്ടാത്ത കേരളമാണ്.